ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് സുഭാഷിൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തും കുറച്ച് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ടൊന്നും പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് എന്താ നിങ്ങൾ സംസാരിച്ചത്, ഇതൊക്കെ പറയേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ഫ്രണ്ടിനെ കണ്ടു, പിന്നെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നിന്നു. എൻ്റെ അതേ സിറ്റുവേഷനിലായിരുന്നു, അതാണ് പറ്റിയത്, പെട്ടുപോയി ഞാൻ അതിൽ പോയിട്ട്, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. സുധീഷും നിധിയും കൂടെ കോടതിയിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കോടതിയൊക്കെ കയറി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് നിധി പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ കാലം ഒന്നിപ്പിച്ചാലോ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുധീഷിനും എന്നോട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല, എനിക്കും അങ്ങോട്ടും ഇല്ല, പിന്നെ എന്തിനു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്, ഇതുവരെ എനിക്ക് അങ്ങനെ സുധീഷിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം അപ്പുറത്ത് നിന്ന് സുധീഷ് കേൾക്കുന്നുണ്ടായിരുന്നു. അവനാകെ അത് കേട്ടതും കരയുന്നുണ്ട്, ഒരുപാട് വിഷമമാവുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത രണ്ടുപേര് തമ്മിൽ ജീവിക്കുന്നതിലും നല്ലത് പിരിയുന്നതല്ലേ സുഭാഷേട്ടൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് നിധി ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കോടതിയിൽ പോയിട്ട് വക്കീൽ സൈനൊക്കെ മേടിക്കുന്നുണ്ട് രണ്ടാളുടെ അടുത്ത് നിന്നും. അങ്ങനെ ജഡ്ജിൻ്റെ അടുത്ത് പോകും. ജഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 5 മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായോ? ഒരു 2 വർഷം ജീവിച്ചാലല്ലേ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും എല്ലാത്തിനും കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കിങ്ങനെ തോന്നാൻ എന്താണ് റീസൺ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയാൻ റീസണൊന്നുമില്ല, ഞങ്ങൾക്ക് പിരിഞ്ഞാൽ മതി എന്നുള്ള ഒറ്റ വാശി തന്നെയാണ് നിധി നിൽക്കുന്നത്. അപ്പോൾ അതിന് സുധീഷ് തലയാട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജഡ്ജി പറഞ്ഞു, ഒരു കൗൺസിലിംഗ് വെക്കാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, 2-3 കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് പോവുകയാണ്. നിധിയെയും രണ്ടാളിനെയും സെപ്പറേറ്റ് ഇരുത്തിയിട്ട് മാഡം ചോദിക്കുന്നുണ്ട്, എന്താണ് വിഷയം, എന്താണ് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ, നിങ്ങൾ രണ്ടാളെ കാണുമ്പോഴും ചെറുപ്പമാണല്ലോ, നല്ല ആളുകളുമാണ്, പിന്നെ എന്താ നിങ്ങൾക്കുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുധീഷിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മാഡം, എന്താണ് പ്രശ്നം. അപ്പോൾ എനിക്കല്ല പിരിയേണ്ടത്, വൈഫിനാണ്, അപ്പോൾ എന്തിനാണ് അപ്പോൾ ഡൈവോഴ്സ് ഒപ്പിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ അവൾ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഡൈവോഴ്സ് ചോദിക്കുമ്പോഴും ഞാൻ കൊടുക്കണ്ടേ മാഡം എന്ന് പറയുന്നു. അങ്ങനെ നിധിയെയും വിളിച്ചിട്ട് ഒന്നുകൂടി മാഡം സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ജീവിച്ചൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി വേണ്ട എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ജഡ്ജി മാഡം പറയുന്നുണ്ട്, ഒന്നുകൂടി നിങ്ങൾക്ക് സമയം തരാം, ഒരുമിച്ച് ജീവിച്ച് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ മനസ്സ് മാറുകയാണെങ്കിലോ പിന്നീട് ഡൈവോഴ്സ് ആയ ശേഷം നിങ്ങൾക്ക് മനസ്സ് മാറ്റം വന്നിട്ട് കാര്യമില്ല, അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു സമയപരിധി തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.